നമസ്കാരം. പാകിസ്ഥാനിലെ മുൻ ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് റഷീദ് അഹമ്മദ് നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബയുടെ ഉന്നത കമാൻഡർമാർക്കൊപ്പം വേദി പങ്കിടുകയും ഇന്ത്യക്കെതിരെ രൂക്ഷമായ വർഗീയ യുദ്ധഭീഷണി മുഴക്കുകയും ചെയ്ത സംഭവവികാസങ്ങൾ ആഗോള സമൂഹത്തിന് മുൻപിൽ വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. താൻ ലഷ്കർ സ്ഥാപകനും മുംബൈ ഭീകരാക്രമണത്തിന്റെ പ്രധാന സൂത്രധാരനുമായ ഹാഫിസ് സയ്യിദിന്റെ അനുയായിയും അടിമയുമാണെന്ന മുൻ മന്ത്രിയുടെ പരസ്യ പ്രഖ്യാപനം വെറുമൊരു രാഷ്ട്രീയ നേതാവിന്റെ പ്രകോപനപരമായ പ്രസ്താവനയായി തള്ളിക്കളയാവുന്ന ഒന്നല്ല. ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര ക്രമസമാധാനവും സുരക്ഷയും കൈകാര്യം ചെയ്ത വ്യക്തി തന്നെ ഭീകരതയുടെ പ്രയോക്താക്കളുടെ പാളയത്തിൽ നിലയുറപ്പിക്കുന്നത് പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ അപകടകരമായ ഭരണകൂട വ്യവസ്ഥയാണ് തുറന്നു കാണിക്കുന്നത്. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെടുക്കുന്നു എന്ന് അന്താരാഷ്ട്ര വേദികളിൽ അവകാശപ്പെടുമ്പോഴും പാകിസ്ഥാൻ ഇപ്പോഴും ഭീകരതയുടെ സുരക്ഷിത താവളമായി തുടരുന്നുവെന്ന ഇന്ത്യയുടെ കാലങ്ങളായുള്ള വാദത്തിന് അടിവരയിടുകയാണ് ഈ ഒരു സംഭവം. പാകിസ്ഥാനിലെ രൂക്ഷമായ സാമ്പത്തിക തകർച്ചയിൽ നിന്നും ഭരണവർഗത്തിനെതിരായ ജനരോക്ഷത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ ഇന്ത്യ വിരുദ്ധതയും വർഗീയതയും ആയുധമാക്കുന്ന പരമ്പരാഗത തന്ത്രമാണ് ഇവിടെയും പുറത്തെടുത്തിരിക്കുന്നത്. ഇന്ത്യയിൽ ക്ഷേത്രമണികൾ മുഴങ്ങില്ലെന്നും ഇന്ത്യയെ തകർക്കുമെന്നും പറയുന്ന പ്രസ്താവനകൾ അതിർത്തി കടന്നുള്ള വർഗീയ ധ്രുവീകരണ ശ്രമങ്ങളുടെ ഭാഗമാണ്. മുൻപ് ഹാഫിസ് സയ്യിദിന്റെ മകൻ പാക് ക്രിക്കറ്റ് താരത്തിന്റെ കുടുംബച്ചടങ്ങിൽ പങ്കെടുത്തതും ഇപ്പോൾ മുൻ ആഭ്യന്തരമന്ത്രി ലഷ്കർ വേദിയിൽ എത്തിയതും കാണിക്കുന്നത് തന്നെ പാക് പൊതുമണ്ഡലത്തിൽ ഭീകരർ നേടിയിരിക്കുന്ന അവിഹിതമായ സ്വാധീനത്തെയാണ്. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് പോലെയുള്ള അന്താരാഷ്ട്ര ഏജൻസികളെ കബളിപ്പിച്ച് ഗ്രേ ലിസ്റ്റിൽ നിന്നും മറ്റും പുറത്തു കടക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പിനുള്ള കൃത്യമായ തെളിവാണ് ഈ ദൃശ്യങ്ങൾ. ഭീകരവാദികളെ സംരക്ഷിക്കുകയും അവർക്ക് രാഷ്ട്രീയ സാമൂഹിക വേദികളിൽ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുന്ന സമീപനം അയൽ രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് മാത്രമല്ല ആഗോള സമാധാനത്തിനും ഭീഷണിയാണ്. ഇത്തരം പ്രകോപനങ്ങളോട് തന്ത്രപരമായ നയതന്ത്ര നീക്കങ്ങളിലൂടെയും അതിർത്തി സുരക്ഷ ശക്തമാക്കിക്കൊണ്ടുമാണ് ഇന്ത്യ പ്രതികരിക്കേണ്ടത്. അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാന്റെ ഭീകരബന്ധം വീണ്ടും തെളിവ് സഹിതം തുറന്നു കാണിക്കാനും അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെ കർക്കശമായ നിരീക്ഷണം തുടരാനും ഇന്ത്യക്ക് ഈ സംഭവം ശക്തമായ ഓർമ്മപ്പെടുത്തലാകുന്നു. അതേസമയം ഇന്ത്യയുടെ മാന്യതയെയും സഹിഷ്ണുതയെയും ആരും ബലഹീനതയായി തെറ്റിദ്ധരിക്കരുതെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. അതിർത്തിക്കപ്പുറത്ത് നിന്നുള്ള ഭീകരവാദ പ്രകോപനങ്ങൾക്കെതിരെ പ്രഖ്യാപിക്കപ്പെട്ട ഏറ്റവും ശക്തമായ നയതന്ത്ര സൈനിക താക്കീതായിരുന്നു അത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന നിർണായക സൈനിക തിരിച്ചടിയെക്കുറിച്ച് ആദ്യമായി പരസ്യമായി സംസാരിച്ച ഡോവൽ പ്രത്യാഘാതങ്ങൾ എന്തു തന്നെയായാലും രാജ്യസുരക്ഷയ്ക്കായി തിരിച്ചടിക്കാൻ ഇന്ത്യക്ക് മടിയില്ലെന്ന് അടിവരയിട്ട് വ്യക്തമാക്കുന്നുണ്ട്. ലോകത്തിനുള്ള സന്ദേശം വ്യക്തമാണ്. ഇന്ത്യയുടെ ഔദാര്യത്തെയോ സഹിഷ്ണുതയെയോ ബലഹീനതയായി തെറ്റിദ്ധരിക്കരുത്. പ്രത്യാഘാതങ്ങൾ എന്തു തന്നെയായാലും റിസ്ക് എടുക്കാനും കനത്ത പ്രഹരമേൽപ്പിക്കാനും ഇന്ത്യക്ക് കഴിയും, അജിത് ഡോവൽ പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ-ഇ-തോയ്ബ ഭീകര കേന്ദ്രങ്ങൾക്കു നേരെ നടത്തിയ 88 മണിക്കൂർ നീണ്ട ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ സുരക്ഷാ നയത്തിലുണ്ടായ ചരിത്രപരമായ മാറ്റത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. ഭീകരതയുടെ കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ട് തുടക്കം കുറിച്ച ഇന്ത്യയുടെ ആക്രമണത്തിന് മറുപടിയായി സൈനിക സിവിലിയൻ താവളങ്ങളെ ലക്ഷ്യമിട്ട പാകിസ്ഥാന് അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും എയർബേസുകളും തകർക്കപ്പെട്ട ശേഷമാണ് സമാധാന ചർച്ചയ്ക്ക് മുതിരേണ്ടി വന്നത്. പാക് രാഷ്ട്രീയ ഭീകര നേതാക്കളുടെ പ്രകോപനപരമായ അന്തരീക്ഷത്തിൽ അജിത് ഡോവലിന്റെ ഈ വാക്കുകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. പാകിസ്ഥാന് മുന്നിൽ ഇന്ത്യയുടെ പ്രതിരോധ നയം ഇനി നിഷ്ക്രിയമായിരിക്കില്ലെന്നും ഭീകരവാദത്തിന് കടുത്ത വില നൽകേണ്ടി വരുമെന്നുള്ള തന്ത്രപരമായ സന്ദേശമാണ്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുക എന്നതും ആവശ്യമെങ്കിൽ കടന്നുകയറി ആക്രമിക്കുക എന്നതും ഇന്ത്യയുടെ പുതിയ പ്രഹരശേഷിയുടെ ഭാഗമായി കഴിഞ്ഞു. ഭീകരവാദത്തിന് തടയിടാനും മേഖലയിൽ സ്ഥിരത ഉറപ്പാക്കാനും കൃത്യമായ പ്രതിരോധവും ആക്രമണ സന്നദ്ധതയും ഒരേപോലെ അനിവാര്യമാണെന്നാണ് ഓപ്പറേഷൻ സിന്ദൂർ തന്നെ അടിവരയിടുന്നത്.